ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറും ദോശയും കൂടെ രാവിലത്തേക്ക് സാമ്പാറും ദോശയും കൂടെ വെക്കാം. അത് ഉച്ചക്കത്തേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് ഓർത്തുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ചേമ്പിൻ്റെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ആകാശവെള്ളരി, പിന്നെ 2 കിഴങ്ങ്, കോവയ്ക്ക, ഇച്ചിരി സബോള, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കൂട്ടി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം കേട്ടോ. ഇതെല്ലാം ഒന്ന് കഴുകി എടുത്ത് അരിഞ്ഞ് നമുക്ക് എടുത്തോണ്ട് വരാം കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കും സാമ്പാറൊക്കെ എല്ലാ വീടുകളിലും വെക്കുന്നതാണല്ലോ, അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കുന്നത് എന്നാന്നല്ലേ. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ സാമ്പാർ വെച്ചിട്ട് എനിക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്. വേഗം തന്നെ സാമ്പാറും വെച്ച് ക്യാബേജ് തോരനും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ക്യാബേജ് തോരനും വെച്ച് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കാരണം ഇത് ജോലിക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് രാവിലത്തെ ഞാൻ ചെയ്യുന്ന ജോലികളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇന്നലെ ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചെറുപയർ പരിപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഞാൻ ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ വേഗം നമുക്ക് പരിപാടികളെല്ലാം തീർത്ത് 8 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് വേഗം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാ വീടുകളിലും സാമ്പാറൊക്കെ വെക്കുന്നതാണല്ലോ. അപ്പം ഞാൻ വെക്കുന്ന രീതിയിൽ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് ചെറുപയർ പരിപ്പ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിന് ശേഷം ഇത് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിയുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത്തരം സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിന് ശേഷം ഞാൻ അതിൻ്റെ മേളിലേക്ക് തക്കാളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുക്കറിലായതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ഇട്ട് വേവിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മല്ലിയും മുളകൊക്കെ ചൂടാക്കി നമുക്ക് അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ വേഗം ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഉപ്പും ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ഞാൻ ചീനിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ മതി, ഇച്ചിരി തേങ്ങയും കൂടി തരണ്ടിയിട്ടാൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ ചീനിച്ചട്ടി എന്ന അടുപ്പിലേക്ക് വെക്കുകയാണ്. 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്ത് കേട്ടോ. അത് തന്നെയല്ല, ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സാമ്പാറിന് പുളി പിഴിഞ്ഞൊഴിക്കാനായിട്ട് പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിടുകയാണ് കേട്ടോ. ഉപ്പിട്ട പുളിയാണോ വാളംപുളി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിടുവാണ്. ഞാൻ ഈ ചീനിച്ചിട്ട് അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം ഉഴുന്നും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്നോ അരിയോ എന്താണ് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് തോരൻ വയ്ക്കുന്നതിന് എന്തിനും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്താൽ മതി. കുറച്ച് ക്യാബേജ് അറിയാൻ എഴുതിയിരിക്കുന്നത്, കുറച്ച് ഉഴുന്ന് ഞാൻ ഇതിലേക്ക് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. അതിലേക്ക് അതാ ഉഴുന്നും ചേർത്ത് കൊടുത്ത് ഉഴുന്ന് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം കേട്ടോ. ചെറു തീയിലാണ് തോരനൊക്കെ വേവേണ്ടത്. എപ്പോഴും നമുക്ക് ചെറു തീയിൽ വേവിക്കണേ. നമുക്ക് അല്പം ഇച്ചിരി തേങ്ങ ചേർത്തതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചിലരൊന്നും തേങ്ങ ചേർക്കില്ല. എനിക്ക് തേങ്ങയൊക്കെ ചേർക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തതും കൂടെ തോരന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലർ തേങ്ങയൊന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുക കേട്ടോ. ഞാനിതൊന്ന് അടച്ച് വെച്ച് കേട്ടോ. ചെറു തീയിൽ വേണം തോരനൊക്കെ എപ്പോഴും വേവിക്കാനായിട്ട് കേട്ടോ. ഞാനെന്താ ചപ്പുള്ള പാത്രങ്ങൾ അപ്പോൾ കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ നടക്കും കേട്ടോ. റെഡി ആയിട്ടുണ്ട്. തോരൻ ഞാൻ 2 പ്രാവശ്യം അടുപ്പെടുത്തിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വെള്ളമൊന്നും തളിക്കാതെ ചെറു തീയിലാണല്ലോ വേവിച്ചിരുന്നത്. അപ്പോൾ ഇതാ തോരൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. തോരൻ ഞാൻ വാങ്ങി വെക്കാം കേട്ടോ. മീൻകറി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അതൊന്ന് തേത്തിച്ച് അതൊന്ന് ചൂടാക്കാൻ വെക്കട്ടെ. അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. തിളപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് എടുക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് ഇന്നലെ വെച്ചിരുന്നത്. കുക്കറിൽ വെച്ചതിൻ്റെ ഗ്യാസ് എല്ലാം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് ഇതിന് ഉപ്പും ഇതൊക്കെ മതിയൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് എരിവൊക്കെ മതിയൊന്ന് നോക്കണം. പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടെ എനിക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആ നേരത്തെ ഞാനിതാ തീ കത്തിച്ചിട്ട് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. ഈ കിടത്ത് നന്നായിട്ട് തിളച്ചൊന്ന് ആകണം. ഒരല്പം പുളിവെള്ളം, തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് പുളി ആവശ്യത്തിന് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, തക്കാളിക്ക് പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി. ഇനി പുളി കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് പുളി കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ അല്പം പുളി ഒന്ന് ചേർക്കുവാണ്. ഇതേപോലെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം ചേർക്കാം കേട്ടോ. പുളിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചേർക്കുക. നേരത്തെ ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കൊച്ചി നേരം ഒന്ന് തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് കായം ചേർക്കാനായിട്ട്. ഞാനിത് കായപ്പൊടിയാണ് എടുക്കുന്നത്. കായം ചൂടാക്കി പൊടിക്കേണ്ടവർക്ക് അങ്ങനത്തെ കട്ടക്കായം മേടിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ കായപ്പൊടിയാണ് മേടിച്ചിരിക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം. കാരണം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താണല്ലോ. 2 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊന്ന് കടുക് വറുത്തിടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കരിയാപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കരിയാപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടാവും. അതിലേക്ക് കടുക് വറുക്കുന്നതിന് ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കടുകൊന്നും ഇടുന്നില്ല.
കരിയാപ്പില ഉള്ളി മാത്രം എടുത്തുള്ളൂ കേട്ടോ. അതിലേക്ക് ഉള്ളി കുറച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ വറവ് നമുക്ക് ഇതിനകത്തേക്ക് സാമ്പാറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ട് സാമ്പാർ റെഡി. അപ്പോൾ തോരനായി സാമ്പാറുമായി. ഇനി മീൻകറി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അത്രയുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഫ്രണ്ടിലെ നേരം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. നല്ല മഴക്കാറാണ് കേട്ടോ ഇന്ന് ഇവിടെ. ഇത് കണ്ടോ, നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ പോയി ഒന്ന് മിറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ഇത്തരം കറികളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ പോയി ഒന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഒന്ന് തൂത്തുവാരി കളഞ്ഞിട്ട് വരാം. നന്നായിട്ട് പുളിച്ചിട്ടൊക്കെ ഉണ്ട്. നേരത്തെ അരച്ച് വെച്ചാണ്ടോ, മഴയായതുകൊണ്ട് പുളിക്കാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ അരച്ച് വെച്ചിരുന്നായിരുന്നു. പിന്നെ ഇതാ ഇതിലേക്ക് ഉപ്പിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുവാണ്. ഇത് 2 ദിവസത്തേക്കുള്ള മാവാണ് കേട്ടോ. ഞാൻ 2-3 ദിവസത്തേക്കൊക്കെ മാവ് ഒന്നിച്ച് അരച്ച് വെക്കും കേട്ടോ. അല്പം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കണം. ഇതിലേക്ക് ദോശക്കല്ല് ഞാൻ അടുപ്പേ വെച്ച് ദോശക്കല്ല് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മാവ് ഒന്ന് കോരി ഒഴിച്ച് ദോശ ഉണ്ടാക്കുവാണ് കേട്ടോ. എന്തായാലും ദോശ ഉണ്ടാക്കി സാമ്പാറും കൂട്ടി നമുക്ക് കഴിക്കാം. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് പറ്റി വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എണ്ണയാണ്, ഓയിലാണ് ഇതിലേക്ക് തൂത്ത് കൊടുത്തിരിക്കുന്നത്. അതുപയോഗിച്ച് ദോശ ഉണ്ടാക്കുന്നത്. പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്കും, പിള്ളേർക്ക് നല്ല വലിയവർക്ക് നെയ്യൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് നെയ്യൊക്കെ ഇട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വശം നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇനിയിപ്പം മൊരിഞ്ഞ് കിട്ടണ്ടാത്തവർക്ക് നേരത്തെ തന്നെ എടുത്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. എൻ്റെ പുതിയ വീഡിയോകൾ, ഇനി അടുത്തടുത്ത ഇനിയും വീഡിയോകൾ പുതിയതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ആയി. അടുത്തത് ഇനി വീണ്ടും ഒരെണ്ണം കൂടെ ഞാൻ അങ്ങനെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ദോശ ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. ആവശ്യത്തിനുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കുക. അടുത്ത ദോശ കൂടെ ആയി. ഇനി അതിലേക്ക് ഞാൻ അല്പം സാമ്പാറും കൂടി ഇട്ട് എടുക്കട്ടെ കേട്ടോ. ദോശ അപ്പം ചുട്ട് കൊടുക്കുവാണ്. ചൂടോടുകൂടി നമുക്ക് ദോശ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വരുന്ന സമയത്താണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നല്ല ചൂടോടുകൂടി ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. സിബിച്ചാ